ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെഷേഴ്സ് ടു കൺട്രോൾ ഇൻഫ്ലേഷൻ. അതിൽ ഫിസിക്കൽ മെഷേഴ്സ് ആണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ മോണിറ്ററി മെഷേഴ്സ് ഏതൊക്കെയാണെന്ന് കണ്ടായിരുന്നു. ഇനി നമുക്കിവിടെ ഫിസിക്കൽ മെഷേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. It is the policy of the government relating to tax, public expenditure, public borrowing and deficit financing. ഫിസിക്കൽ മെഷേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെന്റിന്റെ ഫിസിക്കൽ മെഷേഴ്സിൽ വരുന്നതാണ് ടാക്സസ്, അതുപോലെ പബ്ലിക് എക്സ്പെൻഡിച്ചർ, പബ്ലിക് ബോറോയിങ് ആൻഡ് ഡെഫിസിറ്റ് ഫിനാൻസിങ്. Fiscal policies are highly effective for controlling inflation. The major anti-inflationary fiscal measures ഏതൊക്കെയാണെന്ന് നോക്കാം. ഇൻഫ്ലേഷൻ കൺട്രോൾ ചെയ്യാനായിട്ടുള്ള ഫിസിക്കൽ മെഷേഴ്സ്. ഫസ്റ്റ് വൺ, increase in taxation. Anti-inflationary tax policy should be directed towards restricting demand without restricting production. To cut personal consumption expenditure, all the tax rates should be increased and even new taxes may be imposed. അപ്പോൾ ടാക്സേഷൻ ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ ആൻറ്റി ഇൻഫ്ലേഷണറി പോളിസി, അതായത് ഫിസിക്കൽ മെഷറായിട്ട് അഡോപ്റ്റ് ചെയ്യുന്ന ഫസ്റ്റ് മെത്തേഡാണ് ഇൻക്രീസ് ഇൻ ടാക്സേഷൻ. ടാക്സേഷൻ ഇൻക്രീസ് ചെയ്യുമ്പോൾ നമുക്കറിയാം ഡിമാൻഡ് റെസ്ട്രിക്റ്റ് ചെയ്യപ്പെടും. ടാക്സ് കൂടുകയെന്ന് പറയുമ്പോൾ കമ്മോഡിറ്റീസിൻ്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് കൺസ്യൂമേഴ്സ് അവരുടെ ഡിമാൻഡിന് കൺട്രോൾ ചെയ്യും, അല്ലെങ്കിൽ ഡിമാൻഡിന് റെസ്ട്രിക്റ്റ് ചെയ്യുന്ന ഒന്നാണ് ഇൻക്രീസ് ഇൻ ടാക്സേഷൻ. To cut personal consumption expenditure, all the tax rates should be increased and even new taxes may be imposed. അപ്പോൾ ഗവൺമെൻറ് ഈ ഒരു ഇൻഫ്ലേഷണറി പ്രഷറിനെ കൺട്രോൾ ചെയ്യാനായിട്ട് ഒന്നില്ലെങ്കിൽ പുതിയ ടാക്സുകൾ ഇമ്പോസ് ചെയ്യും, അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് ടാക്സ് റേറ്റ് തന്നെ ഇൻക്രീസ് ചെയ്യും. ഓൾറെഡി ഉള്ള ടാക്സുകൾ തന്നെ ഇൻക്രീസ് ചെയ്യും, അല്ലെങ്കിൽ പുതിയ ടാക്സുകൾ ഇമ്പോസ് ചെയ്യും. രണ്ടാമത്തെ പോയിന്റ്, റെഡ്യൂസ് അൺനെസസറി പബ്ലിക് എക്സ്പെൻഡിച്ചർ. ഇൻഫ്ലേഷൻ കൺട്രോൾ ചെയ്യാനായിട്ട് ഗവൺമെൻറ് അൺനെസസറി ആയിട്ടുള്ള പബ്ലിക് എക്സ്പെൻഡിച്ചറുകൾ റെഡ്യൂസ് ചെയ്യാം. ഡ്യൂറിങ് ഇൻഫ്ലേഷൻ, ദ എക്സ്പെൻഡിച്ചർ ഓഫ് ദ ഗവൺമെൻറ് ഓൺ നോൺ ഡെവലപ്മെൻറ്റൽ ആക്ടിവിറ്റീസ്. നോൺ ഡെവലപ്മെൻറ്റൽ ആക്ടിവിറ്റീസിന് വേണ്ടിയുള്ള സ്പെൻഡിങ്ങുകളെല്ലാം കർട്ടെയിൽ ചെയ്യുക, അല്ലെങ്കിൽ റെഡ്യൂസ് ചെയ്യുക, കൺട്രോൾ ചെയ്യുക. ദ ഗവൺമെൻറ് റെഡ്യൂസ് ഇറ്റ്സ് അൺപ്രൊഡക്റ്റീവ്. അപ്പോൾ നോൺ ഡെവലപ്മെൻറ്റൽ ആക്ടിവിറ്റി എന്ന് പറയുന്നതിന് വേറൊരു ടേം പറഞ്ഞിരിക്കുകയാണ്, അൺപ്രൊഡക്റ്റീവ് ആയിട്ടുള്ള എക്സ്പെൻഡിച്ചറുകളെല്ലാം റെഡ്യൂസ് ചെയ്യുക. പബ്ലിക് എക്സ്പെൻഡിച്ചർ ബീയിങ് ഓട്ടോണമസ് ആൻഡ് ബൈ ഇനീഷ്യൽ റിഡക്ഷൻ ഇറ്റ് വിൽ ലീഡ് ടു മൾട്ടിപ്പിൾ റിഡക്ഷൻ ദ ടോട്ടൽ പബ്ലിക് എക്സ്പെൻഡിച്ചർ ഓഫ് ദി ഇക്കോണമി. അപ്പോൾ അങ്ങനെ അൺപ്രൊഡക്റ്റീവ് ആയിട്ടുള്ള എക്സ്പെൻഡിച്ചർ ഗവൺമെൻറ് റെഡ്യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ഇക്കോണമിയിലുള്ള മണി സപ്ലൈ കൺട്രോളിലേക്ക് ആവും. അപ്പോൾ റെഡ്യൂസ് അൺനെസസറി പബ്ലിക് എക്സ്പെൻഡിച്ചർ. നെക്സ്റ്റ് പോയിന്റ്, പബ്ലിക് ബോറോയിങ് അല്ലെങ്കിൽ പബ്ലിക് ഡെപ്റ്റ്. Through borrowing from public, government take away the excess purchasing power and hence the price level is reduced. Again, it should stop repayment of public debt or postpone it to some future date. അതായത് പബ്ലിക് ബോറോയിങ് നടത്താം. ഗവൺമെൻറ് പബ്ലിക്കിൽ നിന്ന് ബോറോ ചെയ്യുക. അതെന്തിനു വേണ്ടിയിട്ടാണ് ഗവൺമെൻറ് പബ്ലിക്കിൽ നിന്ന് ബോറോ ചെയ്യുന്നത്? പബ്ലിക്കിൻ്റെ കയ്യിലുള്ള എക്സസ് ആയിട്ടുള്ള പർച്ചേസിങ് പവറിന് ടേക്ക് അവേ, എക്സസ് ആയിട്ടുള്ള പർച്ചേസിങ് പവറിന് ഗവൺമെൻറ് അബ്സോർബ് ചെയ്യാണ്. അപ്പോൾ അങ്ങനെ എക്സസ് പർച്ചേസിങ് പവർ അബ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ പ്രൈസ് ലെവലിന് നോർമലൈസ് ചെയ്യാൻ, പ്രൈസ് ലെവലിന് റെഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. Again, it should stop repayment of public debt or postpone it to some future date. അതായത് പബ്ലിക് ഡെപ്റ്റിൻ്റെ റീപേയ്മെൻറ്റും ഗവൺമെൻറ് കൺട്രോൾ ചെയ്യുക, ഗവൺമെൻറ് നിർത്തുക, അല്ലെങ്കിൽ അത് ഫ്യൂച്ചർ ഡേറ്റിലേക്ക് പോസ്റ്റ്പോൺ ചെയ്യാം. അപ്പോൾ അങ്ങനെയും നമ്മുടെ ഇക്കോണമിയിലുള്ള മണി സർക്കുലേഷൻ അല്ലെങ്കിൽ മണിയുടെ ഫ്ലോ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് വൺ, കൺട്രോൾ ഓഫ് ഡെഫിസിറ്റ് ഫിനാൻസിങ്. ഡെഫിസിറ്റ് ഫിനാൻസിങ് മീൻസ് ഫിനാൻസിങ് ദ ഡെഫിസിറ്റ് ബഡ്ജറ്റ് ത്രൂ പ്രിൻറ്റിംഗ് ഓഫ് ന്യൂ കറൻസി. അതായത് ബഡ്ജറ്റിലുള്ള ഡെഫിസിറ്റ് ഓവർകം ചെയ്യാനായിട്ട് പുതിയ കറൻസി പ്രിന്റ് ചെയ്യുന്നതിനാണ് ഡെഫിസിറ്റ് ഫിനാൻസിങ് നമുക്കറിയാം. ഇൻ ഓർഡർ ടു കൺട്രോൾ ഇൻഫ്ലേഷൻ, അപ്പോൾ ഇൻഫ്ലേഷൻ കൺട്രോൾ ചെയ്യാനായിട്ട് ഗവൺമെൻറ് ഈ ഒരു ഡെഫിസിറ്റ് ഫിനാൻസിങ് മിനിമൈസ് ചെയ്യാം, ഡെഫിസിറ്റ് ഫിനാൻസിങ് വളരെയധികം കുറയ്ക്കാം. അതും ഇൻഫ്ലേഷൻ കൺട്രോൾ ചെയ്യാനായിട്ടുള്ള ഒരു ഫിസിക്കൽ മെഷറാണ്. നെക്സ്റ്റ് പോയിന്റ്, ഇൻക്രീസ് ഇൻ സേവിങ്സ് ആണ്. People are directed to make an increase in their saving which will reduce their consumption expenditure. People are directed to make increase their saving. സേവിങ് കൂടുതലാക്കുക, സേവിങ് കൂട്ടുക, സേവിങ് ഹാബിറ്റ് കൂടുതൽ പ്രൊമോട്ട് ചെയ്യുക. വിച്ച് വിൽ റെഡ്യൂസ്, അപ്പോൾ അവരുടെ കൺസംഷൻ എക്സ്പെൻഡിച്ചർ റെഡ്യൂസ് ചെയ്യാനുള്ള കാരണമാവും. അവരുടെ കയ്യിലുള്ള ഇൻകം കുറയും അവർ കൂടുതലായിട്ട് സേവ് ചെയ്യുകയാണെങ്കിൽ. അതും നമുക്ക് ഇൻഫ്ലേഷൻ കൺട്രോൾ ചെയ്യാനായിട്ടുള്ള ഒരു ഫിസിക്കൽ മെഷറാണ്. നെക്സ്റ്റ്, ഡെപ്റ്റ് മാനേജ്മെന്റ്. പ്രോപ്പർ ഡെപ്റ്റ് മാനേജ്മെന്റ് ഈസ് വെരി എസെൻഷ്യൽ as the amount of public debt increases drastically with the mounting interest rate. The anti-inflationary debt management requires the repayment of bank-held debt out of budgetary surplus. This will check the power to commercial bank to encash their securities for credit expansion. Proper ആയിട്ടുള്ള ഡെപ്റ്റ് മാനേജ്മെന്റും
വളരെ എസെൻഷ്യലാണ്. പ്രോപ്പർ ഡെപ്റ്റ് മാനേജ്മെൻറ്റിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, ഇൻഫ്ലേഷൻ്റെ പ്രശ്നങ്ങൾ ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ പ്രോപ്പർ ഡെപ്റ്റ് മാനേജ്മെൻറ്റും ഒരു ഫിസിക്കൽ മെഷറാണ്. അപ്പോൾ അത്രയാണ് നമ്മൾ ഫിസിക്കൽ മെഷേഴ്സിൽ നമ്മൾ പോയിന്റ്സ് പറഞ്ഞത്. അതിൻ്റെ പോയിന്റ്സ് പഠിക്കുക, അതിൻ്റെ ഓരോ സെൻറ്റൻസും പഠിച്ചു വയ്ക്കണം. നെക്സ്റ്റ് നമുക്ക് ഡയറക്റ്റ് കൺട്രോൾസ് എന്താ നോക്കാം. Direct controls refers to the regulatory measures undertaken with an objective of reducing inflation rate. Inflation reduce ചെയ്യാനായിട്ടുള്ള regulatory measures ആണ് direct control. അപ്പോൾ അതിൽ ആദ്യത്തെ എന്തൊക്കെയാണ് നോക്കാം. ഫസ്റ്റ് ഡയറക്റ്റ് കൺട്രോൾ ഓൺ പ്രൈസ്. പ്രൈസിനെ എങ്ങനെ ഡയറക്റ്റ് ആയിട്ട് കൺട്രോൾ ചെയ്യാം. Price control means fixing an upper limit for the price of essential consumer goods. Essential ആയിട്ടുള്ള കൺസ്യൂമർ ഗുഡ്സിൻ്റെ പ്രൈസ് ഒരു അപ്പർ ലിമിറ്റ് ഫിക്സ് ചെയ്യാം. There is a maximum price fixed by law, and if somebody charges more than this, they will be punished. To that extent, inflation is controlled. അപ്പോൾ ഇൻഫ്ലേഷൻ കൺട്രോൾ ചെയ്യാനുള്ള ആദ്യത്തെ ഡയറക്റ്റ് മെത്തേഡാണ് പ്രൈസിൻ്റെ മുകളിൽ ഒരു ഡയറക്റ്റ് കൺട്രോൾ വയ്ക്കാം. എസെൻഷ്യൽ ആയിട്ടുള്ള കൺസ്യൂമർ ഗുഡ്സിൻ്റെ ഒരു മാക്സിമം പ്രൈസ് എന്ന് പറഞ്ഞ് ഫിക്സ് ചെയ്യാം. അപ്പോൾ ഒരു മാക്സിമം പ്രൈസിനേക്കാൾ മുകളിലായിട്ട് പ്രൈസ് പ്രൊഡ്യൂസേഴ്സ് ചാർജ് ചെയ്യുകയാണെങ്കിൽ ദേ വിൽ ബി പനിഷ്ഡ്. അങ്ങനെ ഇൻഫ്ലേഷൻ ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാം. അപ്പോൾ ഒരു പരിധിയിൽ കൂടുതലായിട്ട് ആ കമ്മോഡിറ്റിയുടെ പ്രൈസ് ഇൻക്രീസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മെഷർ. സെക്കൻഡ് വൺ റാഷനിങ്. റാഷനിങ് എന്താ നോക്കാം. ദിസ് ഈസ് ആൻ ഇഫക്റ്റീവ് മെഷർ ഓഫ് ഡയറക്റ്റ് കൺട്രോൾ ഇംപ്ലിമെൻറ്റഡ് ബൈ ഗവൺമെൻറ് ടു ചെക്ക് ഇൻഫ്ലേഷൻ. വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഡയറക്റ്റ് കൺട്രോൾ മെഷറാണ് റാഷനിങ്. ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് ഗവൺമെൻറ് ആണ് ഇൻഫ്ലേഷൻ ചെക്ക് ചെയ്യാനായിട്ട്. റാഷനിങ് എയിം സെറ്റ് എന്താണ്, റാഷനിങ്ങിൻ്റെ എയിം എന്താണ്, ഡിസ്ട്രിബ്യൂട്ടിംഗ് കൺസ്യൂമർ ഗുഡ്സ് ആയിട്ടുള്ള വീറ്റ്, റൈസ്, ഷുഗർ, കെറോസിൻ ഓയിലിനൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. സോ ആസ് ടു മേക്ക് ദം അവൈലബിൾ ടു എ ലാർജ് നമ്പർ ഓഫ് കൺസ്യൂമേഴ്സ് അറ്റ് റെഡ്യൂസ്ഡ് പ്രൈസ്. വളരെ റെഡ്യൂസ്ഡ് ആയിട്ടുള്ള പ്രൈസിൽ, വളരെ ലോ പ്രൈസിൽ ഒരു ലാർജ് നമ്പർ ഓഫ് കൺസ്യൂമേഴ്സിന് അവൈലബിൾ ആക്കുക. എന്തൊക്കെയാണ്, കൺസ്യൂമർ ഗുഡ്സ് അവൈലബിൾ ആക്കുന്ന ഒരു സിസ്റ്റത്തിനെയാണ് റാഷനിങ് എന്ന് പറയുന്നത്. നമുക്കറിയാം ത്രൂ റേഷൻ ഷോപ്സ് വഴി കൺസ്യൂമേഴ്സിന് കൂടുതലായിട്ട് ലാർജ് നമ്പർ ഓഫ് കൺസ്യൂമേഴ്സിന് റെഡ്യൂസ്ഡ് പ്രൈസിൽ, ലോ പ്രൈസിൽ അവൈലബിൾ ആക്കുന്ന സിസ്റ്റമാണ് റാഷനിങ്. The government fixes the quota of this goods so that each person gets only a limited quantity of goods. അപ്പോൾ ഗവൺമെൻറ് ഇങ്ങനെയുള്ള ഡിസ്ട്രിബ്യൂഷൻ നടത്തുമ്പോൾ ഗവൺമെൻറ് അവിടെ ഒരു ക്വാട്ട ഫിക്സ് ചെയ്യും. ക്വാട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു സഫീഷ്യൻറ്റ് ക്വാണ്ടിറ്റിയാണ് ഒരാൾക്ക്, ഒരു ഇൻഡിവിജ്വലിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈച്ച് പേഴ്സൺ ഗെറ്റ്സ് ഓൺലി എ ലിമിറ്റഡ് ക്വാണ്ടിറ്റി ഓഫ് ഗുഡ്. അപ്പോൾ അങ്ങനെ ലിമിറ്റഡ് ക്വാണ്ടിറ്റി ഓഫ് ഫുഡ് ഓരോ ഇൻഡിവിജ്വലിനെയും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്ന സിസ്റ്റമാണ് റാഷനിങ്. അങ്ങനെ വരുമ്പോഴും അവരുടെ ഒരു എസെൻഷ്യൽ ആയിട്ടുള്ള ഗുഡ്സ് അവർക്ക് വളരെ ലോ പ്രൈസിൽ അവൈലബിൾ ആക്കാം. അങ്ങനെ ഇൻഫ്ലേഷനെ കൺട്രോൾ ചെയ്യാം. നെക്സ്റ്റ് പോയിന്റ് ഇൻക്രീസ് ഇൻ സേവിങ്സ് ആണ്. ഇൻക്രീസ് ഇൻ സേവിങ്സിൽ ദ ലെവൽ ഓഫ് സേവിങ്സ് ഇൻ ദ ഇക്കോണമി has to be increased either by means of promoting voluntary savings or through compulsory savings scheme by providing inducements such as price bond scheme etc. സേവിങ്സ് കൂടുതലായിട്ട് പ്രൊമോട്ട് ചെയ്യുക. സേവിങ്സ് കൂടുതൽ വോളണ്ടറി സേവിങ്സ് അല്ലെങ്കിൽ കമ്പൽസറി സേവിങ്സ് സ്കീംസ് കൂടുതലായിട്ട് പ്രൊമോട്ട് ചെയ്യുക. അതുവഴി നമുക്ക് മണിയുടെ സർക്കുലേഷൻ അല്ലെങ്കിൽ ആളുകളുടെ കയ്യിലുള്ള ഇൻകം റെഡ്യൂസ് ചെയ്യാം, പർച്ചേസിംഗ് പവർ റെഡ്യൂസ് ചെയ്യാം, ഇൻഫ്ലേഷനെ കൺട്രോൾ ചെയ്യാം. നെക്സ്റ്റ് പ്രോപ്പർ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോജക്ട്സ്. Government must take initiative to install proper investment projects of low gestation period so as to yield quick returns. ഗവൺമെൻറ് തന്നെ ഇനിഷ്യേറ്റീവ് എടുത്ത് പ്രോപ്പർ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോജക്റ്റുകൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാം. പുതിയ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോജക്റ്റുകൾ ഇൻസ്റ്റാൾ ചെയ്യാം. അതിൻ്റെ ലോ ജസ്റ്റേഷൻ പീരീഡ്, വളരെ കുറച്ച് പീരീഡ് കൊണ്ട് തന്നെ നമുക്ക് റിട്ടേൺ കിട്ടാൻ പാകത്തിൽ വളരെ ഈസി ആയിട്ട് അല്ലെങ്കിൽ വളരെ ക്വിക്കായിട്ടുള്ള റിട്ടേൺ കിട്ടാൻ, ക്വിക്കായിട്ടുള്ള yield അല്ലെങ്കിൽ റിട്ടേൺ കിട്ടാനുള്ള വളരെ ഷോർട്ടായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോജക്റ്റുകൾ ഒക്കെ ഗവൺമെൻറ് ഇനിഷ്യേറ്റ് ചെയ്യുക. അങ്ങനെ ചെയ്യുന്ന സമയത്ത് അതിലേക്ക് ഒരുപാട് ആളുകൾ അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് അതിലേക്ക് അവരുടെ കയ്യിലുള്ള എമൗണ്ട് ഓഫ് മണി അവരതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യും. അതുവഴി നമുക്ക് ഇക്കോണമിയിലുള്ള മണി സർക്കുലേഷൻ കൺട്രോൾ ചെയ്യാം അല്ലെങ്കിൽ ഇൻഫ്ലേഷനെ കൺട്രോൾ ചെയ്യാം. ഇനി അടുത്തത് അതർ മെഷേഴ്സാണ്. അതർ മെഷേഴ്സിലെ ആദ്യത്തെ പോയിൻ്റാണ് ഇൻക്രീസ് പ്രൊഡക്ഷൻ. It is the appropriate measure to control inflation. Inflation control ചെയ്യാനുള്ള വളരെ appropriate ആയിട്ടുള്ള ഒരു മെഷറാണ് increase production. This requires a reallocation of resource from the production of less inflation sensitive goods to the production of more inflation sensitive goods. അതായത് വളരെ ഇൻഫ്ലേഷൻ കുറഞ്ഞ സ്ഥലങ്ങളിൽ നിന്ന് വളരെ ഇൻഫ്ലേഷൻ കൂടുതലുള്ള സ്ഥലങ്ങളിലേക്കുള്ള റിസോഴ്സിൻ്റെ അലോക്കേഷൻ. Reallocation of resource from production of less inflation sensitive goods. അതായത് വളരെ ഇൻഫ്ലേഷൻ കുറഞ്ഞ ഏരിയയിൽ നിന്ന് മറ്റൊരു ഇൻഫ്ലേഷൻ കൂടുതലുള്ള സ്ഥലങ്ങളിലേക്കുള്ള റീഅലോക്കേഷൻ ഓഫ് റിസോഴ്സ്.
Such reallocation of resource will keep the price of essential consumer goods under control by raising their output. അങ്ങനെ ഒരു റിയലോക്കേഷൻ, റിസോഴ്സിൻ്റെ റിയലോക്കേഷൻ നടന്നു കഴിഞ്ഞാൽ എസെൻഷ്യൽ ആയിട്ടുള്ള കൺസ്യൂമർ ഗുഡ്സിൻ്റെ പ്രൈസ് കൺട്രോളിൽ നിർത്താനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ബൈ റേസിംഗ് ദെയർ ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്ത് അതിൻ്റെ പ്രൈസ് കൺട്രോളിൽ കൊണ്ടുവരാനായിട്ട് ഈ ഒരു റിയലോക്കേഷൻ ഓഫ് റിസോഴ്സ് ഹെൽപ്പ് ചെയ്യും. നെക്സ്റ്റ് വൺ പ്രോപ്പർ വേജ് പോളിസിയാണ്. പ്രോപ്പർ വേജ് പോളിസി ഇസ് അനദർ ഇഫക്റ്റീവ് മെഷർ ടു കൺട്രോൾ ഇൻഫ്ലേഷൻ. ഗവൺമെൻറ് ഷുഡ് ഫ്രീസ് വേജസ്. ഗവൺമെൻറ് ഷുഡ് ഫ്രീസ് വേജസ്, പ്രോഫിറ്റ്സ് ആൻഡ് ഡിവിഡൻഡ്. ഗവൺമെൻറ് വേജ് ഫ്രീസ് ചെയ്യും, അതുപോലെ പ്രോഫിറ്റ്, ഡിവിഡൻഡ് ഇതൊക്കെ ഫ്രീസ് ചെയ്യും. വേജ് ഇൻക്രീസ് ഷുഡ് ബി അലൗഡ് ടു ദ വർക്കർ ഓൺലി ഇഫ് ദർ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ്. അപ്പോൾ ഗവൺമെൻറ് ഇതൊക്കെ ഫ്രീസ് ചെയ്ത് വെക്കുന്നതിന് വേണ്ടിയിട്ടാണ്. പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ മാത്രം വർക്കേഴ്സിന് വേജ് ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക. പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ മാത്രം അവർക്ക് വേജ് ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഇൻഫ്ലേഷന് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും എന്നാണ് നമ്മുടെ സെക്കൻഡ് പോയിന്റിൽ പറയുന്നത്. ലാസ്റ്റ്, ഇഫക്റ്റീവ് ഫാമിലി പ്ലാനിംഗ് പ്രോഗ്രാം ultimately reduces the increasing pressure on general demand for goods and service. ഫാമിലി പ്ലാനിംഗ് പ്രോഗ്രാം വളരെ ഇഫക്റ്റീവായിട്ട്, അതായത് പോപ്പുലേഷൻ ഇഫക്റ്റീവായിട്ട് കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ ഡിമാൻഡ് ഫോർ ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ പ്രഷറും കൺട്രോൾ ചെയ്യാം. അങ്ങനെ നമുക്ക് പ്രൈസിന് കൺട്രോളിലേക്ക് കൊണ്ടുവരാം. ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുന്നത് കൊണ്ടാണല്ലോ എക്സസ് ആയിട്ടുള്ള ഡിമാൻഡ് വരികയാണ്. സപ്ലൈ ഷോർട്ടേജ് ആയിട്ട് അല്ലെങ്കിൽ സപ്ലൈ എക്സിസ്റ്റിംഗ് ആയിട്ട് തന്നെ നിൽക്കുക, ഡിമാൻഡ് എക്സസ് ആയിട്ട് നിൽക്കുക, കൂടുതലായിട്ട് വരിക, അപ്പോഴാണ് പ്രൈസ് ഇൻക്രീസ് ചെയ്യുന്നത്. അപ്പോൾ അതിനൊരു മെഷറായിട്ട് പറയുകയാണ് ഫാമിലി പ്ലാനിങ്. പോപ്പുലേഷൻ കൺട്രോൾ ചെയ്യുക, അപ്പോൾ ഡിമാൻഡിനെ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ പ്രൈസിന് പ്രൈസ് ചെയ്യാതെ അതിനെയും കൺട്രോളിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ അതാണ് നമ്മുടെ അതർ മെഷേഴ്സായിട്ട് നമ്മൾ പറയുന്ന പോയിന്റ്സ്. അപ്പോൾ നമ്മൾ കുറേ പോയിന്റ്സ് കണ്ടു. അപ്പോൾ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകളെല്ലാം പഠിക്കുക, കൃത്യമായിട്ട് മനസ്സിലാക്കുക. നമ്മളിവിടെ ഡയറക്റ്റ് കൺട്രോൾസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഡയറക്റ്റ് കൺട്രോൾ പ്രൈസിൽ, അതുപോലെ റാഷനിങ്, സേവിങ് ഇൻക്രീസ് ചെയ്യുക, പുതിയ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോജക്റ്റുകൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക. പിന്നെ നമ്മൾ പറഞ്ഞു അതർ മെഷേഴ്സിൽ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുന്നു, അതിൻ്റെ റിയലോക്കേഷൻ റിസോഴ്സ് നടത്തുന്നു, വേജ് പോളിസി പ്രോപ്പറായിട്ട് നടത്തുക. അപ്പോൾ ഗവൺമെൻറ് പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ മാത്രം വർക്കേഴ്സിന് വേജ് ഇൻക്രീസ് ചെയ്യുക എന്ന് പറയുന്ന ഒരു സിസ്റ്റം അഡോപ്റ്റ് ചെയ്യുകയാണെങ്കിലും ഇൻഫ്ലേഷനെ കൺട്രോൾ ചെയ്യാം. പോപ്പുലേഷൻ കൺട്രോൾ ചെയ്ത് അങ്ങനെ ഡിമാൻഡിനെ കൺട്രോൾ ചെയ്ത് പ്രൈസിനെ കൺട്രോളിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മളിവിടെ കണ്ടു. അപ്പോൾ എല്ലാവരും അതിൻ്റെ പാർട്ട് 1 ആയിട്ട് നമ്മളതിന് മോണിറ്ററി മെഷേഴ്സ് കൊടുത്തിട്ടുണ്ട്. മോണിറ്ററി മെഷേഴ്സും അതുപോലെ ഫിസിക്കൽ മെഷേഴ്സ്, ഡയറക്റ്റ് കൺട്രോൾ, അതർ മെഷേഴ്സ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ക്ലിയർ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.